മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന 6ാമത്തെ സ്വഹാബിയാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന താബിഈങ്ങളെ നോക്കിക്കൊണ്ട് ആ സ്വഹാബി പറയുന്ന ഒരു ഉപദേശം മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. മൻകാന മുസ്തന്നൻ ഫൽയതസന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെയെങ്കിലും മാതൃകയാക്കുന്നുവെങ്കിൽ മരിച്ചുപോയ സ്വഹാബാക്കളെയായിരിക്കണം നിങ്ങൾ മാതൃകയാക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്നവരിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. സ്വഹാബികൾക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കുകയില്ല. കാരണം അവർ നേരിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിന്നും ദീൻ മനസ്സിലാക്കിയവരാണ്. ജീവിച്ചിരിക്കുന്നവരിലാകട്ടെ ഫിത്നയെക്കുറിച്ചുള്ള സുരക്ഷിതത്വം ഒരിക്കലും ഉറപ്പില്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്വഹാബാക്കളാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മത്തി അബർറഹാ ഖുലൂബൻ. ഈ ഉമ്മത്തിലെ ഏറ്റവും വിശുദ്ധ ഹൃദയരാണവർ. അവരാകുന്നു ഏറ്റവും ശ്രേഷ്ഠവാന്മാർ. വഅമഖഹാ ഇൽമൻ വഅഖല്ലഹാ തകല്ലുഫൻ. ആഴത്തിലുള്ള അറിവ് നേടിയവരാണവർ പ്രവാചകരിൽ നിന്നും. അതുകൊണ്ട് തന്നെ അവരിൽ കൃത്രിമത്വമില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ തെറ്റായ സന്ദേശങ്ങൾക്കോ അവരിൽ നിന്നും ഒരിക്കലും ഒരു ഇടം കിട്ടുകയില്ല. കാരണം പ്രവാചകരാണ് അവരുടെ അധ്യാപകൻ. യഖ്താറുഹുമുല്ലാഹു ലിസുഹബത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിഇഖാമത്തി ദീനിഹി. അല്ലാഹുവാണ് അവരെ തിരഞ്ഞെടുത്തത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിക്കുവാനും ഈ ദീനിനെ നിലനിർത്തുവാനും അല്ലാഹുവാണ് ആ സ്വഹാബാക്കളെ തിരഞ്ഞെടുത്തത്. ഫഅരിഫു. നിങ്ങൾ അറിയണം. ഫളലഹും വത്തബിഊഹും അലാ ആഥാരിഹിം. അവരുടെ മാതൃകകളാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരെയാണ് നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം. അവരുടെ സ്വഭാവ വിശുദ്ധിയെയും അവരുടെ ജീവചരിത്രത്തെയും പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ താബിഈങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്നവർ താബിഈങ്ങളാണ്, സ്വഹാബാക്കളുടെ കൂടെ ജീവിച്ചവരാണ്. അഥവാ പ്രവാചകരെ കാണാത്ത സ്വഹാബാക്കളുടെ സഹവാസം ജീവിതത്തിൽ നടത്തിയവരാണ് മഹാന്മാരായ താബിഈങ്ങൾ. അവരോടാണ് ഈ ഉപദേശം മഹാനായ സ്വഹാബി നൽകുന്നത്. കാരണം ഫഇന്നഹും കാനു അലൽ ഹുദൽ മുസ്തഖീം. അവർ നേരായ മാർഗത്തിനാണ്, ഒരിക്കലും വഴിതെറ്റിപ്പോയവരല്ല. മുസ്തഖീമായ മാർഗത്തിലാണ് ആ സ്വഹാബാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ അനുധാവനം ചെയ്യണം എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, സ്വഹാബാക്കളുടെ ശ്രേഷ്ഠമായിട്ടുള്ള വചനമാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 4 വചനങ്ങളുണ്ട് ആ സ്വഹാബാക്കളെ മാതൃകയാക്കുവാൻ, ആ സ്വഹാബാക്കളെ ഇത്തിബാ ചെയ്യുവാനുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്ത്, വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ആ സ്വഹാബാക്കളെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ കരുണ ചെയ്യും, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടും. 2-ാമത്തത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 13-ാമത്തെ വചനമാണ്. ആമിനൂ കമാ ആമനൻ നാസ്. സ്വഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങളും വിശ്വസിക്കുക, എങ്കിലേ നിങ്ങൾ മുഅ്മിനാവുകയുള്ളൂ. 3-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം
വസാഅതു മസീറാ. സ്വഹാബാക്കളുടെ മാർഗമല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, വ്യക്തമായ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ച മാർഗമാണത്, ആ മാർഗത്തിന് വിരുദ്ധമായി ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ നിന്ദ്യമായ നരകത്തിലായിരിക്കും അവർ പ്രവേശിക്കുക. 4-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ തന്നെ 137-ാമത്തെ ആയത്താണ്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ആ സ്വഹാബികളെ പോലെ നിങ്ങൾ വിശ്വസിക്കണം. അവരുടെ ആചാരം, അവരുടെ കർമ്മം, അവരുടെ വിശ്വാസം അത് അനുധാവനം ചെയ്യുന്നവർ ആരാണോ അവരാകുന്നു ഹിദായത്തിൻ്റെ ആൾക്കാർ. അവർക്കാണ് സന്മാർഗം ലഭിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ കൂടി വിശ്വാസികളെ നാം മനസ്സിലാക്കുമ്പോൾ, ആ സ്വഹാബാക്കളുടെ കാലഘട്ടം കഴിയുമ്പോൾ ബിദ്അത്തുകൾ രൂപപ്പെടും. അതാണ് നാം 3-4 ആഴ്ചകളായി മനസ്സിലാക്കി വരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹീഹ് മുസ്ലിമിലെ 2531 നമ്പർ ഹദീസ്, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ. ആകാശത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ്. ഫഇദാ ദഹബത്തുൻ നുജൂം അതസ്സമാഅ മാ തുഅദു. ആ നക്ഷത്രം ഇല്ലാതെയാകുമ്പോൾ എന്താണോ വാഗ്ദത്തം ചെയ്തത് അത് സംഭവിക്കുക തന്നെ ചെയ്യും, അഥവാ ഖിയാമത്ത് നാളുണ്ടാകും. വഅന അമനത്തുൻ ലിഅസ്ഹാബി. എൻ്റെ സ്വഹാബികൾക്ക് സുരക്ഷിതത്വമാണ് ഞാൻ. ഫഇദാ ദഹബതു അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ വിട പറയുമ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എത്തും. വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി. എൻ്റെ ഉമ്മത്തുകൾക്ക് സുരക്ഷിതത്വമാണ് സ്വഹാബാക്കൾ. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബാക്കൾ വഫാത്തായി കഴിഞ്ഞാൽ എന്താണോ വാഗ്ദത്തം ചെയ്തത് അത് നടക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹാബികൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞാൽ കരുതിക്കൊള്ളുക, ദീനിൽ ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെടും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, മിൻ ളുഹൂരിൽ ബിദ്അ വൽ ഹവാദിസ് ഫിദ്ദീനി വൽ ഫിത്ന ഫീഹി. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്വഹാബാക്കൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതിന് ശേഷമായിരിക്കും ബിദ്അത്തുകൾ ഉണ്ടാവുക. നൂതന മാർഗങ്ങൾ ജനങ്ങൾ സ്വീകരിക്കും. ഖുർആനിലും സുന്നത്തിലും ഇടം പിടിക്കാത്ത വിശ്വാസ ആചാര കർമ്മങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. വതുലൂഇ ഖർനി ശൈത്വാൻ. ശൈത്വാന്റെ ശക്തിയും സ്വാധീനവും ഉയരും. വളുഹൂരി റൂമി വഗൈരിഹിം അലൈഹിം. റോമക്കാരും മറ്റുള്ളവരും മുസ്ലിംകളുടെ മേൽ ആധിപത്യമുണ്ടാക്കും. വൻതിഹാക്കിൽ മദീനത്തി വമക്കത വഗൈരി ദാലിക്. മക്കയുടെയും മദീനയുടെയും പവിത്രതയും വിശുദ്ധിയും നഷ്ടപ്പെടും. വഹാദിഹി കുല്ലുഹാ മിൻ മുഅ്ജിസാതിഹി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് എന്ന് 2-ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, 1400 വർഷം കഴിഞ്ഞു. സ്വഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷം ബിദ്അത്തുകൾ രൂപപ്പെടും. ബിദ്അത്തുകൾ വ്യാപകമാകുമെന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിം 50-ാം നമ്പർ ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅന്നൽ അംറ ബിൽ മഅറൂഫ് വന്നഹയ അനിൽ മുൻകരി വാജിബാത്ത്. ഈ ഹദീസിന് ഹെഡിങ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമാണ്. ബിദ്അത്തുകൾ കാണുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് നിർബന്ധമാണ്. നന്മ ഉപദേശിക്കുക അത് വിശ്വാസികൾക്ക് വാജിബാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. എന്താണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അല്ലാഹു അവരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരിലേക്ക് അവരെ പിൻപറ്റുന്ന, അവരുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന അനുയായികൾ, അവരുടെ കൽപ്പനകളെ ശിരസാൽ വഹിക്കുന്ന സത്യവിശ്വാസികൾ ആ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്.
വിശ്വസ്തരായ സഹാബികൾ, വിശ്വസ്തരായ അനുയായികൾ ആ പ്രവാചകരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ശേഷം ഒരു തലമുറ വരും. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ, ശേഷം ഒരു തലമുറ വരും. യഖൂലൂന മാ ലാ യഫ്അലൂൻ, പ്രവാചകന്മാർ പറയാത്തതിനെ അവരെന്ത് ചെയ്യും? പ്രവർത്തിക്കും. വയഫ്അലൂന മാ ലാ യുമറൂൻ, പ്രവാചകർ കൽപ്പിക്കാത്തതിനെ അവർ പ്രവർത്തിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരും. വിശ്വാസിക്ക് അത് കാണേണ്ടി വരും. കാരണം ഇത് പ്രവാചകരുടെ തിരുമൊഴിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമായാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബിദ്അത്തുകൾ കാണുന്ന ഒരു കാലഘട്ടം വരും. അവിടങ്ങളിൽ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത് ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ആ ബിദ്അത്തുകൾ കാണുമ്പോൾ, ആ അരുതായ്മകൾ കാണുമ്പോൾ കൈകൊണ്ട് തടയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് അവനാണ് മുഅ്മിൻ. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ, സാധ്യമല്ല എങ്കിൽ ഹൃദയം കൊണ്ട് അവനാണ് മുഅ്മിൻ. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദലിൻ, ഇതിനേക്കാളും താഴേക്ക് ഒരു ഈമാനില്ല. ഈമാനിന്റെ ഏറ്റവും താഴെയുള്ളതാണ് ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുക. ഒരു ബിദ്അത്തുകൾ കാണുമ്പോൾ സാധ്യമാണെങ്കിൽ കൈകൊണ്ടും, അല്ല എങ്കിൽ നാവ് കൊണ്ടും, അല്ല എങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അത് വിശ്വാസിക്ക് വാജിബായ കാര്യമാണ് എന്ന് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം വിശദീകരിക്കുകയാണ്. വരാൻ പോകുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പറയുകയാണ്. സുനന് ദാരിമി അതിലെ 199 നമ്പർ ഹദീസായി ഇമാം ദാരിമി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ജനങ്ങളിൽ ഖുർആൻ വ്യാപകമാകുമെന്നാണ്. പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും വായിക്കുകയും അതുപോലെയുള്ള നല്ല കാര്യങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. പക്ഷേ ആരും എന്ത് ചെയ്യൂല? ആ ഖുർആനെ പിൻപറ്റുകയില്ല, സുന്നത്തിനെ പിൻപറ്റുകയില്ല. എന്നിട്ട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യരുടെ പ്രത്യേകത എന്താ? വല്ലാഹി, ഞാൻ സത്യം ചെയ്യുകയാണ് അല്ലാഹുവിനെ കൊണ്ട്, ലആതിയന്നഹും ബിഹദീസിൻ ലാ യജിദൂനഹു ഫി കിതാബില്ലാഹി വലം യസ്മഊഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിലുള്ള പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളുമൊക്കെ ഖുർആൻ പാരായണം ചെയ്യും, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവർ ഇത്തിബാ ചെയ്യൂല. ഖുർആനിനെയും സുന്നത്തിനെയും മാതൃകയാക്കൂ എന്ന് പറഞ്ഞാൽ അവരതിന് കൂട്ടാക്കുകയില്ല. നേരെ മറിച്ച് അവർ ഇത്തിബാ ചെയ്യുന്നത് എന്തിനാണ്? ഖുർആനിൽ നിന്നും പരിചയമില്ലാത്ത, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നൂതന ആശയങ്ങളെയായിരിക്കും അവർ പിൻപറ്റുക. ഖാല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി പറയുകയാണ്, ഫഇയ്യാകും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. വമാ ജാഅ ബിഹി ഫഇന്നമാ ജാഅ ബിഹി ളലാലത്തുൻ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യങ്ങളെ പിൻപറ്റുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് ഖുർആനോടും സുന്നത്തിനോടും ഒരു ചതുർത്ഥിയാണ്. അത് പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനെ സ്വീകരിക്കും, അതിനോട് വല്ലാത്ത മഹബ്ബത്തുണ്ടാകും. അത്തരം ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ളുഹ്ർ നമസ്കാരം അതിനുശേഷം സഹാബാക്കളോട് പറയുകയാണ്. സുനന് അബൂദാവൂദിലെ 4597 നമ്പർ ഹദീസാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബാക്കളെ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അഹ്ലി കിതാബുകാർ 72 വിഭാഗമായി മാറിയിട്ടുണ്ട്. എൻ്റെ ഉമ്മത്ത് മുസ്ലിം സമുദായം 73 വിഭാഗമായി മാറും. 72 വിഭാഗവും നരകത്തിൽ, വവാഹിദത്തുൻ ഫിൽ ജന്ന,
ഒരു വിഭാഗം സ്വർഗത്തിലാണ്. വഹയ അൽ ജമാഅ. ആരാണവർ? അള്ളാഹുവിൻ്റെ പ്രവാചകരെയും സ്വഹാബാക്കളുടെ മാതൃകയെയും പിൻപറ്റുന്നവരാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ. എന്നിട്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലഘട്ടത്തിൽ വരാനുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് അന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. എത്രമാത്രം ഗൗരവമുള്ള കാര്യമായിരിക്കണം. വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ. എൻ്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം വരാനുണ്ട്. എന്താണ് ആ വിഭാഗത്തിന്റെ വ്യതിരിക്തത? തജാറാ ബിഹിം തിൽഖൽ അഹ്വാഉ കമാ യതജാറൽ കൽബു ലിസ്വാഹിബിഹി. വഴിപിഴച്ച ആശയങ്ങൾ പരന്നൊഴുകും. ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരുപാട് ആശയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണവർ. എന്നിട്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പേപ്പട്ടി വിഷമേറ്റ ഒരാളെ പോലെ. പേപ്പട്ടിയുടെ വിഷം ശരീരത്തിൽ കയറിയാൽ അൽ കൽബു ബിസ്വാഹിബിഹി ലാ യബ്ഖാ മിൻഹു ഖിർഖുൻ വലാ മുഫ്സലുൻ. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ്, ഞരമ്പും സന്ധിയും എല്ലാ സ്ഥലങ്ങളിലും ആ വിഷം കയറുമെന്നാണ്. ശരീരത്തിൽ ഒരു ഭാഗവും മാറ്റമുണ്ടാവുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും ആ വിഷത്തിൻ്റെ അടയാളമുണ്ടാകും. ആ വിഷം കയറും. എന്നിട്ട് മഹാനായ പ്രവാചകർ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വല്ലാഹു യാ മഅ്ശറൽ അറബ്. റബ്ബിനെ തന്നെ സത്യം, അറബ് സമൂഹമേ, ലഇല്ലം തഖൂമു ബിമാ ജാഅ ബിഹി നബിയ്യുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഗൈറുക്കും മിനൻ നാസി അഹ്റാ അല്ലാ യഖൂമ ബിഹി. അല്ലാഹു സത്യം, നിങ്ങളുടെ നബി കൊണ്ടുവന്ന ദീനിനെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ പ്രവാചകൻ ഏതൊരു മാർഗമാണോ കൊണ്ടുവന്നത് ആ മാർഗമായിരിക്കണം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പക്ഷേ ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പ്രവാചകർ കാണിച്ചു കൊടുക്കാത്ത മാതൃകയെ, അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു കൊടുക്കാത്ത അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ, അതിനെയായിരിക്കും കൂടുതൽ സ്വീകരിക്കുക. അതിനാണ് കൂടുതൽ സാധ്യതയെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് സഹാബാക്കളോട്. നോക്കൂ സഹോദരങ്ങളെ, അതിൻ്റെ ഗൗരവം. അറബ് സമൂഹത്തെ വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു സമൂഹത്തിലുണ്ടാകുന്ന, മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വ്യതിയാനമെന്ന് പറയുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും കൈയൊഴിച്ചുകൊണ്ട് താന്തോന്നികളായി പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കുമ്പോൾ, നാട്ടാചാരം കേൾക്കുമ്പോൾ അത് പ്രമാണത്തിലുണ്ട് എന്ന് നോക്കാതെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു എന്നുള്ളതിന് പരിഗണിക്കാതെ അവർ ഹവായിനെ ഇത്തിബാ ചെയ്യും. സ്വന്തം അഭീഷ്ടയെ അവർ മതമായി സ്വീകരിക്കും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 66 ജനിക്കുകയും 101 വഫാത്താവുകയും ചെയ്ത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഖുത്ബയിൽ അദ്ദേഹം ജനങ്ങളെ ഉപദേശിക്കുന്നതായി സുനൻ ദാരിമി 433 നമ്പർ ഹദീസിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ലം യബ്അസ് ബഅദ നബിയ്യിക്കും നബിയ്യാ, നിങ്ങളുടെ നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. വലം യുൻസിൽ ബഅദ ഹാദൽ കിതാബില്ലദീ അൻസലഹു അലൈഹി കിതാബാ, നിങ്ങളുടെ പ്രവാചകർക്ക് അവതീർണമായ കിതാബല്ലാത്ത മറ്റൊരു കിതാബിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനി ഇറക്കുകയില്ല. ഫമാ അഹല്ലല്ലാഹു അലാ ലിസാനി നബിയ്യി ഫഹുവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്നും ഏതൊരു കാര്യം ഹറാമെന്ന് പറഞ്ഞോ, പ്രവാചകരുടെ അധരങ്ങളിൽ നിന്നും ഏതൊരു കാര്യം ഹലാൽ എന്ന് പറഞ്ഞോ, അതായിരിക്കും ഖിയാമത്ത് നാൾ വരേക്കും ഹലാലും ഹറാമും. അലാ, നിങ്ങൾ അറിയണം, വഇന്നീ ലസ്തു ബിഖാദിൻ വലാകിന്നീ മുനഫിദുൻ, ഞാൻ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ വന്നയാളല്ല, ഞാൻ പുതിയ കാര്യങ്ങൾ തീർപ്പാക്കുവാൻ വന്ന ഖാളിയല്ല ഞാൻ. പിന്നെയോ
എന്താണോ ശരീഅത്തിലുള്ളത് അത് നടപ്പിലാക്കുവാൻ വന്നയാളാണ്. വലസ്തു ബിമുബ്തദിഇൻ, ഞാൻ നൂതനമായ ഒരു ആശയം നിങ്ങളോട് പറയുകയില്ല. വലാകിന്നി മുത്തബിഉൻ, എന്താണോ സുന്നത്ത് അതിനെ ഞാൻ ഇത്തിബാ ചെയ്യുന്നവരാണ്. വലസ്തു ബിഖൈരിൻ മിൻകും ഗൈറ അന്നി അസ്ഖലകും ഹംലാ, ഞാൻ നിങ്ങളെക്കാളും ഒരു ഉത്തമനല്ല, എനിക്ക് നിങ്ങളെക്കാളും കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അലാ, നിങ്ങൾ അറിയണം, വഇന്നഹു ലൈസ ലിഅഹദിൻ മിൻ ഖൽഖില്ലാഹി അൻ യുത്വഅ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ മാതൃകയെ ധിക്കരിച്ചുകൊണ്ട്, സുന്നത്തിനെ ധിക്കരിച്ചുകൊണ്ട് പടപ്പുകളിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കരുതേ. അലാ ഹൽ അസ്മഅതു, ഞാനിതാ കാര്യങ്ങളൊക്കെ നന്നായി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഖുതുബയിൽ കൂടി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് കൽപ്പിച്ച നസീഹത്തുകളായി സുനൻ ദാരിമിയിൽ കൃത്യമായി ഇമാം ദാരിമി റഹിമഹുല്ലാ കൊടുക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ ദീൻ എന്ന് പറയുന്നത്. അതാണ് നാം 3-4 ആഴ്ചകളിലായി ചർച്ച ചെയ്തു വന്നത്. അള്ളാന്റെ പ്രവാചകരിൽ നിന്നും കാണാത്ത ഒരു മാതൃക, സ്വഹാബാക്കൾ പ്രവാചകരിൽ നിന്നും കാണിച്ചു തന്ന ഒരു മാതൃകയല്ലാത്തത് എത്ര പുണ്യമെന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ട ഒരു മാതൃക വിശ്വാസികൾക്കില്ല എന്നാണ് ഈ 3-4 ഖുതുബകളുടെ താല്പര്യം. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുതുബയിലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മഹാനായ താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ അസർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. ഇത് കണ്ടുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, താവൂസ്, ഇത് നീ ഒഴിവാക്ക്, ഇങ്ങനെ ഒരു നമസ്കാരം നീ ചെയ്യണ്ട. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്നമാ നുഹിയ അൻഹാ അൻ തുത്തഖദ സല്ലമ, അല്ലയോ മഹാനവറുകളെ, ഞാനിതൊരു പതിവായി ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പോഴേക്ക് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ നേരിട്ട് കേട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഫഇന്നഹു ഖദ് നുഹിയ അൻ സ്വലാത്തി ബഅദൽ അസ്ർ, അസ്റിന് ശേഷം ഇങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരം നിരോധിച്ചിരിക്കുകയാണ്, പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോഴേക്കും മഹാനായ സ്വഹാബി പറയുകയാണ് താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട്, ഫലാ അദ്രി അതുഅദ്ദബു അലൈഹാ അം തുജറു, ഈ നമസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു താങ്കളെ ശിക്ഷിക്കുമോ അതോ പ്രതിഫലം നൽകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ലഅന്നല്ലാഹ യഖൂൽ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആയത്ത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസുല്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. താങ്കൾ നമസ്കരിച്ചതിനെ അള്ളാഹു ശിക്ഷിക്കുമോ രക്ഷിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ആയത്തുണ്ട്. എന്താണ് ആ ആയത്ത്? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ആണിനാകട്ടെ പെണ്ണിനാകട്ടെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ വ്യക്തമായ വഴികേടിലാണ് എന്ന് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പാഠം, അള്ളാന്റെ റസൂലിൻ്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം അത് എത്ര നല്ല നെയ്യത്തോടുകൂടി, അത് എത്ര നല്ല ഇഖ്ലാസോടുകൂടി, അത് നന്നായിട്ട് എങ്ങനെ ചെയ്താലും ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, റബ്ബിൻ്റെ അടുക്കൽ അതിൻ്റെ ശിക്ഷ കൂടി ഉണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളാണ്. വിശ്വാസികളെ, മഹബ്ബത്ത് റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള നമുക്ക് മാതൃകയാക്കി നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ രീതിയിൽ ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയതിൽ നിന്നും സംഗ്രഹിച്ചുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തുണ്ടായ ഇമാമീങ്ങൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയത്. നോക്കൂ,
സഹോദരങ്ങളെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ദുആയല്ലേ, അത് സ്വലാത്തല്ലേ, അത് നമസ്കാരമല്ലേ, അത് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയല്ലേ, അള്ളാഹുവിനോടല്ലേ? ഇങ്ങനെ ഒരു ചിന്താധാരകളാണ് ഇന്നത്തെ മുസ്ലിം സൊസൈറ്റിയിൽ നാം അധികവും കണ്ടുവരുന്നത്. നോക്കൂ, കൃത്യമായ രീതിയിൽ ഒരു സംഭവം നേരത്തെ സൂചിപ്പിച്ച ഇമാം നവവി റഹ്മഹുല്ലാ, അബീ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി റഹ്മഹുല്ലാ, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാമിൻ്റെ 3-4 ഗ്രന്ഥങ്ങൾ, മിൻഹാജ് ത്വാലിബീൻ, അൽ അദ്കാർ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച ഒരു സംഭവമുണ്ട്. അഥവാ ഇമാം നവവിയുടെ കാലഘട്ടത്തിൽ ചില ആൾക്കാർ ഉളുവെടുക്കുമ്പോൾ, അംഗശുദ്ധി വരുത്തുമ്പോൾ, ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ഓരോ പ്രാർത്ഥനകൾ പറയും. എന്താണ്? ബിസ്മി ചൊല്ലിയതിന് ശേഷം, അത് മാത്രമാണ് ഉളുവിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നത്, ബിസ്മില്ലാ. ആ ബിസ്മി ചൊല്ലിയതിന് ശേഷം കൈ കഴുകുമ്പോൾ അവർ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, വെള്ളത്തെ പവിത്രമാക്കിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. വായ കൊപ്പിളിച്ചതിന് ശേഷം ചിലർ പറയുകയാണ്, അല്ലാഹുമ്മ സ്ഖനി മിൻ ഹൗളി നബിയ്യിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅസല്ല അൽമഅ ബഅദഹു അബദാ, അല്ലാഹുവേ നിന്റെ പ്രവാചകരുടെ ഹൗളിങ്കിൽ നിന്നും ഒരു ഇറുക്ക് വെള്ളം എനിക്ക് നൽകണമേ, ഒരു ദാഹവുമില്ലാത്ത ഒരു കപ്പ് വെള്ളം എനിക്ക് നീ നൽകണമേ എന്ന് ചിലർ ഉളുവിൽ വായ കൊപ്പിളിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ ചിലർ പറയുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തഹ്രിംനി റായിഹത്തൻ നഈമിക വജന്നാതിക, അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ ആ വാസനയുണ്ടല്ലോ എനിക്ക് നീ തടയല്ല റബ്ബേ. ശേഷം ചില മുഖം കഴുകുമ്പോൾ ചിലർ പറയുകയാണ്, അല്ലാഹുമ്മ ബജ്ജിൽ വജ്ഹി യൗമ തബയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ, അല്ലാഹുവേ ചില മുഖങ്ങൾ വെളുക്കും, ചില മുഖങ്ങൾ കറുക്കും, നാളെ പരലോകത്തെ അവസ്ഥയാണ്, എൻ്റെ മുഖത്തെ നീ ശുഭ്രമാക്കണമേ, വെളുപ്പിക്കണമേ എൻ്റെ മുഖത്തെ, അങ്ങനെ ഒരു അവസ്ഥയിലാക്കണമേ അല്ലാ. അതുപോലെ തന്നെയാണ് ഗ്രന്ഥം കയ്യിൽ തരുമ്പോൾ, വലത് കൈ കഴുകുമ്പോൾ ചിലർ പറയുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി വഹാസബ്നി ഹിസാബൻ യസീറാ, എൻ്റെ ഗ്രന്ഥം നീ വലത് കൈയിൽ തരയണമേ അല്ലാ, ഒരിക്കലും എൻ്റെ വിചാരണയെ നീ എളുപ്പമാക്കാതിരിക്കരുത് റബ്ബേ. ഇടത് കൈ കഴുകുമ്പോൾ ചിലർ പറയാറുണ്ട്, അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി വലാ മിൻ വറാ ലഹരി, അല്ലാഹുവേ എൻ്റെ കിതാബ് ഒരിക്കലും നീ എൻ്റെ ഇടത് കൈയിൽ തരരുതേ, പുറകുഭാഗത്തുകൂടും എൻ്റെ കിതാബിനെ നീ തരരുതേ. എന്നിട്ടോ തലതടകുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ, എൻ്റെ മുടിയും എൻ്റെ തൊലിയും അല്ലാഹുവേ നരകത്തിന് നീ നിശുദ്ധമാക്കണമേ. വഅളല്ലനി തഹത അർശിക യൗമ ലാ ളുല്ല ഇല്ലാ ളുല്ലിക്, ഒരു തണലുമില്ലാത്ത ആ തണൽ കിട്ടുന്ന ആ ദിവസം, നിന്റെ തണൽ മാത്രം അഭയമാകുന്ന ആ ദിവസം, അർശിന്റെ തണൽ നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. ചെവികൾ തടവുമ്പോൾ ചിലർ പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു, നല്ലത് കേൾക്കുവാനും ഉത്തമമായത് പിൻപറ്റുവാനും അല്ലാഹുവേ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. ഇതാ കാലുകൾ കഴുകുമ്പോൾ ചിലർ പറയുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖദമി അലസ് സിറാത്തി യൗമ തസല്ലു ഫീഹിൽ അഖ്ദാം, അല്ലാഹുവേ സിറാത്തിൽ കൂടി നടന്നു പോകുമ്പോൾ എൻ്റെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ, പതറിപ്പോകാതെ ഇളകിപ്പോകാതെ എൻ്റെ കാൽപാദത്തെ നിന്റെ സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് 22 കാരറ്റാണ് സഹോദരങ്ങളെ. എന്തൊക്കെ പ്രാർത്ഥനയാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. കിതാബ് വലത് കൈയിൽ തരയണമേ, നരകശിക്ഷയിൽ നിന്നും മാറ്റണമേ, എനിക്ക് സ്വർഗത്തിൻ്റെ വാസന നൽകണമേ, സിറാത്തിൽ എൻ്റെ കാല് ഉറപ്പിച്ചു നിർത്തണമേ. ഇതൊക്കെ അംഗശുദ്ധി വരുത്തുമ്പോൾ, ഒളിവെടുക്കുമ്പോൾ, ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ചില പ്രാർത്ഥനകൾ കണ്ടുകൊണ്ട് അന്നത്തെ ചില ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്നതായി ഇമാം നവവി റഹ്മത്തുള്ളയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ള പറയുന്നത് എന്താണെന്നറിയുമോ? ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്.
കാരണം നബിയിൽ നിന്നും ഇങ്ങനെ പ്രാർത്ഥന വന്നിട്ടില്ല. ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രാർത്ഥനയാണ്. ലം യജു ഫീഹി ഷൈഉൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശർഹ് മുഹദ്ദബിൽ കൊടുക്കുകയാണ്. ഇത്തരം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും ഞാനിതിനെ എടുത്തെറിയുകയാണ്. ഒരിക്കലും ഇത് സുന്നത്തായി കൊണ്ടാരും ചെയ്യരുത്. ഇത് പ്രവാചകരുടെ ഇത്തിബാ അല്ല എന്ന് പറയുന്നതാരാ? ഇമാം നവവി റഹ്മഹുല്ലാ. കാരണം ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയവരാണവർ. ബിദ്അത്തിന്റെ ഏറ്റവും വലിയ കാഠിന്യം മനസ്സിലാക്കിയവരാണവർ. കാരണം അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് പോലും ലഭിക്കാത്തതാണ് ബിദ്അത്ത്. പ്രവാചകരുടെ നിന്നും ഹൗദുൽ കൗസർ, ആ തടാകത്തിലെ വെള്ളം പോലും നഷ്ടപ്പെട്ടു പോകുകയാണ് ഒരു ബിദ്അത്ത് ചെയ്താൽ എന്നുള്ള ഗൗരവം അറിഞ്ഞവരാണ് ഇമാമീങ്ങളായിട്ടുള്ള മുൻഗാമികൾ. നന്മ മുടക്കുകളെന്ന് ആരെങ്കിലും പറയുമോ സഹോദരങ്ങളെ? അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ സമൂഹം കണ്ടുവരുന്നു, ചെയ്തു വരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സുന്നത്തിനെ പരമാവധി ഇത്തിബാ ചെയ്യുക. റസൂലുള്ളാഹിന്റെ കൂടെ നാളെ പരലോകത്ത് എത്തണമോ, സ്വർഗത്തിൽ നിന്നും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണമോ, ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വെടിഞ്ഞുകൊണ്ട് സുന്നത്തിനെ ഇത്തിബാ ചെയ്യുക.